നമസ്കാരം. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഔദ്യോഗികമായിട്ട് കടക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ അവർ ഏത് നിമിഷവും സംസ്ഥാനത്ത് എത്താനിരിക്കെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ തങ്ങളുടെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള നിയമപോരാട്ടങ്ങളിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായിട്ട് രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ മാറിക്കൊണ്ടിരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ യാത്രകളുമായി മുന്നണികൾ കളം നിറയുമ്പോൾ ഭരണപക്ഷമായിട്ടുള്ള LDFും പ്രതിപക്ഷമായിട്ടുള്ള UDFും തമ്മിലുള്ള പോരാട്ടം തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമാണ്. വികസന മുന്നേറ്റ ജാഥകളും ജനസമ്പർക്ക പരിപാടികളുമൊക്കെയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതു മുന്നണിയുടെ യാത്രകളിൽ പലയിടത്തും ജനപങ്കാളിത്തം കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥകളിൽ ഒഴിഞ്ഞ കസേരകൾ കണ്ടത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള പ്രചരണങ്ങൾ കൊടുക്കുമ്പോഴും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിനെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. PR തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകളൊക്കെ വഴി ജനവികാരം തിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന ആരോപണം അത് തെക്കൻ കേരളത്തിലെ പ്രധാനമായിട്ട് തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഒരുപോലെ പ്രതിധ്വനിക്കുന്നുണ്ട്. മറുഭാഗത്ത് VD സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുയുഗ യാത്ര അതാകട്ടെ UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും സംസ്ഥാനത്ത് വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. CPMൻ്റെ ഉറച്ച കോട്ടകളിൽ പോലും ഇളക്കം തട്ടുന്ന രീതിയിലുള്ള സ്വീകരണങ്ങളാണ് UDF ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറുമെന്ന പ്രതീക്ഷയിൽ UDF പ്രവർത്തകർ സജീവമാകുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അത് കേരളത്തിലെ രാഷ്ട്രീയ ശക്തികളെ പുനർനിർണ്ണയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജാതി മത സമവാക്യങ്ങൾക്കപ്പുറം ജനകീയ വിഷയങ്ങളൊക്കെ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഈ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കിടയിലാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ കാന്തപുരം മോദി കൂടിക്കാഴ്ച തലസ്ഥാനത്ത് നടക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഈ 30 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് LDFിനോട് ആഭിമുഖ്യം പുലർത്തുന്ന AP സുന്നി വിഭാഗം ഇത്തവണ നിലപാട് മാറ്റുമോ എന്ന ആശങ്ക ഇടത് കേന്ദ്രങ്ങളിൽ ശക്തമാണ്. തരംഗം മാറിപ്പോകുന്നത് അത് മുൻകൂട്ടി കണ്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ കാന്തപുരത്തെ സന്ദർശിച്ച് പിന്തുണ നേടിയത് ഇതിൻ്റെ സൂചന തന്നെയാണ്. കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി BJP ഉയർത്തിക്കാട്ടുമ്പോൾ അത് കേരളത്തിലെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. സമുദായ നേതാക്കൾക്കിടയിലുള്ള തർക്കങ്ങളും ഈ കൂടിക്കാഴ്ചയോടെ പുതിയ തലത്തിലെത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളുടെ വർഗീയ ചുവയുള്ള പ്രസ്താവനകൾക്കെതിരെയും NSS സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയും ഈ കൂടിക്കാഴ്ച ഒരു മറുപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മുസ്ലിം സമുദായത്തെയും മലപ്പുറത്തെയും ലക്ഷ്യമിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് കാന്തപുരത്തെ മോദി ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത്. ഇതിന് പുറമെയായിട്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അജിത് ഡോവലുമായും കാന്തപുരം നടത്തിയ ചർച്ചകളും വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. മാനുഷിക പരിഗണന മുൻനിർത്തി കേന്ദ്ര സർക്കാരുമായി സഹകരിക്കാനാണ് കാന്തപുരത്തിൻ്റെ തീരുമാനം. കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടെങ്കിലും താൻ പൂർണ്ണ സംതൃപ്തനാണെന്നാണ് കാന്തപുരം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് സുരക്ഷാ ഭീഷണികളില്ലെന്നും എല്ലാവരും സ്നേഹത്തോടെയും അന്തസ്സോടെയും കഴിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. റംസാൻ മാസത്തിലെ വിദേശ ഫണ്ട് ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ വികസനത്തിന് ഒന്നിച്ചു നിൽക്കണമെന്ന വലിയ സന്ദേശമാണ് ഇവിടെ ഗ്രാൻഡ് മുഫ്തി നൽകുന്നത്. പ്രധാനമന്ത്രി മോദി നേരിട്ട് X പ്ലാറ്റ്ഫോമിലൂടെ ഈ ചർച്ചയെ പ്രശംസിച്ചത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. കോഴിക്കോട് മർക്കസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്ന വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നതോടെ കേരളം മറ്റൊരു ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയ സന്ധിക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്.